ഹലോ ഫ്രണ്ട്സ്, രാവിലെ ആദ്യക്കുട്ടി നല്ല ഉറക്കത്തിലാണ്. കുറച്ച് കഴിഞ്ഞാൽ തനിയെ എണീറ്റ് എൻ്റെ അടുത്തേക്ക് വന്നു. പിന്നെ കുറച്ച് നേരം ഞാനും ആദ്യക്കുട്ടിയുടെ ക്യാമറയിലൊക്കെ നോക്കി ഭയങ്കര കളിഞ്ചിരിയൊക്കെ ആയിരുന്നു. അപ്പോഴാണ് ആദ്യക്കുട്ടി അച്ഛനെ കണ്ടില്ലല്ലോ എന്നോർത്ത് നേരെ ബാത്റൂമിലേക്ക് പോയത്. അവിടെ കിടന്ന് കൊട്ടോട് കൊട്ടായിരുന്നു. അവസാനം ഗതി കെട്ട് അച്ഛൻ കഥ തുറന്നു. പിന്നെ അച്ഛൻ്റെ പതിവ് ഡ്യൂട്ടിയായിട്ടുള്ള ആദ്യക്കുട്ടനെ പല്ല് തേപ്പിക്കലും കഴിഞ്ഞ് അച്ഛനും മോളും കൂടെ സെറ്റി കിടന്നുകൊണ്ട് മോളുടെ സംശയങ്ങൾക്കൊക്കെ അച്ഛൻ ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു. ദോശയും ചമ്മന്തിയും മുട്ട പുഴുങ്ങിയതും ആയിരുന്നു. അങ്ങനെ കൊട്ടും പാട്ടും മേളമൊക്കെ ആയിട്ട് ആദ്യക്കുട്ടൻ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആദ്യക്കുട്ടൻ അവിടെ ഇരുന്ന് ഒരു ബോയൊക്കെ എടുത്ത് തല വെച്ചോണ്ട് വരികയാണ്. അങ്ങനെ അച്ഛൻ രാവിലെ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങിയപ്പോഴത്തേക്കും ആദ്യക്കുട്ടിയുടെ കരച്ചിൽ മഹാമഹാ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അയ്യോ അച്ഛാ പോകല്ലേ എന്ന് പറഞ്ഞ് ആദ്യക്കുട്ടി കരയാൻ തുടങ്ങി. നിന്ന് കരഞ്ഞു എടുത്തപ്പോഴത്തേക്കും അച്ഛൻ പോയി. അപ്പോഴത്തേക്കും ആദ്യക്കുട്ടി പിന്നെ ഇരുന്ന് കരയാൻ തുടങ്ങി. പിന്നെ ആദ്യക്കുട്ടനെ സമാധാനിപ്പിച്ച് കുളിപ്പിച്ച് സുന്ദരിയാക്കിയിരുന്നു. ആദ്യക്കുട്ടിന് ചെറിയൊരു മൂക്കൽപ്പുള്ളതുകൊണ്ട് തല നനച്ചില്ല. അതുകൊണ്ട് ആദ്യക്കുട്ടിന് തല മണ്ണൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഇത് എത്ര നേരത്തേക്കിനെ കാണുമെന്ന് ഒരു ഉറപ്പും പറയാൻ പറ്റത്തില്ല. പിന്നെ ഉച്ചയായപ്പോഴത്തേക്കും ആദ്യക്കുട്ടന് ഭക്ഷണം കൊടുക്കാനുള്ള തത്രപ്പാടിലായിരുന്നു ഞാൻ. ഒരു രക്ഷയില്ല. ആദ്യക്കുട്ടന് ഫുഡ് കൊടുക്കാൻ ഭയങ്കര പാടാണ്. പിന്നെ ശമ്പുചേട്ടനും ലഞ്ച് കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും കണ്ണൻ വന്നിട്ടുണ്ടായിരുന്നു. കണ്ണനും ആദ്യക്കുട്ടനും കൂടെ കളിയായിരുന്നു. കണ്ണമാമൻ ആദ്യക്കുട്ടന്റെ മുടി കെട്ടി കൊടുക്കാൻ നോക്കുകയാണ്. ഞങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് പുറത്ത് പോകണമായിരുന്നു. അപ്പൊ ആദ്യക്കുട്ടനെ റെഡിയാക്കി ഇരുത്തിയിട്ടുണ്ട്. കണ്ണൻ പോയതിന്റെ വിഷമത്തിലാണ് കേട്ടോ ആദ്യക്കുട്ടന്റെ എക്സ്പ്രഷൻ. ഞങ്ങൾ പുറത്തൊക്കെ പോയി വന്നിട്ട് ആദ്യക്കുട്ടനെ ഉറക്കാൻ നോക്കിയിട്ട് ആദ്യക്കുട്ടൻ ഉറങ്ങുന്ന ഒരു ലക്ഷണവും കാണുന്നില്ല. പിന്നെ ശമ്പുചേട്ടൻ ഓഫീസിൽ പോയി ആദ്യക്കുട്ടൻ അവിടെ നിന്ന് കളിയാണ്. പിന്നെ ഞാൻ എന്റെ ഇന്നലത്തെ ക്രാഫ്റ്റിന്റെ ബാക്കി ചെയ്തു. എങ്ങനെയുണ്ട് ഗൈസ്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു? ഇത് കംപ്ലീറ്റ് ആയിട്ടില്ല. പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വിളക്കൊക്കെ കത്തിച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഇന്ന് പുറത്തോട്ട് പോകാനുള്ള പ്ലാനൊന്നും ഇല്ല. അപ്പൊ ഇത്രയുള്ളായിരുന്നു ഇന്നത്തെ ഒരു ദിവസം.